സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. സീറ്റ് വിഭജന ചർച്ചകൾ തെരഞ്ഞെടുപ്പാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഔദ്യോഗികമായിട്ടൊന്നും പറയാറായിട്ടില്ല. ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നിയമസഭയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ ഏതാ 2 ദിവസത്തിനകം ഗൗരവതരമായിട്ട് ആ കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാവും. അതിൻ്റെ ശേഷം വിവരം പറയാൻ പറ്റുള്ളൂ. ഈ 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്നൊരു അഭിപ്രായം പല നേതാക്കളും പറയുന്നുണ്ട്. അവസാന അഭിപ്രായം തങ്ങളുടേതാണെന്നാണ് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പാർട്ടിയുടേതാണ് അവസാന അഭിപ്രായം, പാർട്ടി തീരുമാനിക്കും. അല്ല, അത് ഞാൻ പറഞ്ഞത് UDF എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. സീറ്റ് വെച്ച് മാറണോ, നിലവിലുള്ളത് തന്നെ നിലനിർത്തിയാൽ മതിയോ, അത് വിജയസാധ്യതയാണ് പ്രധാനമായിട്ടുള്ളത്. UDFന് അധികാരത്തിലേറ്റുക എന്നുള്ളതാണ് മുസ്ലിം ലീഗായാലും നമ്മുടെ ഘടകകക്ഷികളുടെയൊക്കെ ഉറച്ച നയം. അപ്പം അതിന് എന്താണ് ആവശ്യം, ആ രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ ഈ NSSും SNDP പോലുള്ള സാമുദായിക നേതാക്കന്മാരെ ഇപ്പോൾ അടുത്ത കാലത്തായി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതിന് കുടപിടിക്കുന്ന രീതിക്കാണ് ശശി ചെറിയാനെ പോലുള്ള മന്ത്രിമാരും പിന്തുണയ്ക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയും ഇല്ല എന്നുള്ളതാണ്. കേരളീയ സമൂഹത്തിൻ്റെ മനസ്സ് പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. കേരളത്തിൻ്റെ പൊതുമനസ്സ് എന്നുള്ളത് അത് വർഗീയതക്കെതിരാണ്, വിഭാഗീയതക്കെതിരാണ്. സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മനോഭാവമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വെച്ച് പുലർത്തുന്നത്. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അത് വ്യക്തമായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അതിലൊരു ആശങ്കയുമില്ല. ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് പല ഘട്ടങ്ങളിലും. പക്ഷേ ആ ലക്ഷ്യമൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. അവിടെ നമുക്കൊരു പാരമ്പര്യമുണ്ടല്ലോ. കേരളത്തിൽ പ്രബുദ്ധമായൊരു സമൂഹമാണ്, പ്രബുദ്ധമായ സംസ്കാരമുള്ളവരെ ഉത്ബുദ്ധരാണ്. അവരൊന്നും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടൊന്നും സാധിക്കുകയില്ല. ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇന്നലെ കൂടി തെളിഞ്ഞതാണ്. ഇന്നലെ തെക്കൻ കേരളത്തിൽ മറ്റൊരു പാർട്ടിയിൽ നിന്നൊരു സമുന്നത നേതാവ് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല, പൊതുവായൊരു സമൂഹത്തിൻ്റെ മനോഭാവമാണ് അതൊക്കെ. ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ സംസ്കാരമാണ്, സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സംസ്കാരമാണ്. അതിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു. അത് ലീഗിന് രാഷ്ട്രീയമുണ്ട്. ലീഗിന് മറ്റുള്ളവർക്ക് മറുപടി പറഞ്ഞ് നടക്കുകയല്ല ലീഗിൻ്റെ ജോലി. ലീഗിൻ്റെ നയമുണ്ട്, അത് നടപ്പാക്കാനുള്ള ആ ഒരു പരിശ്രമത്തിലാണ് ലീഗ്. ഇതിനെ ഈ വർഗീയത ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നു, ഇത് തള്ളി പറയുന്നു. ലീഗും അത്തരത്തിലൊരു നിലപാടിലേക്ക് പ്രത്യേകിച്ച് മതേതരത്വ സങ്കല്പം ഉയർത്തുമെന്ന് പറയുമ്പോൾ തള്ളി പറയേണ്ടത്. ലീഗ് എന്നും മതേതരത്വത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ളതാണ്. മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വർഗീയതയുമായി ഒരു നിലക്കും രാജിയാവുകയില്ല. മതേതരത്വത്തിൻ്റെ നിലപാടുകളുമായിട്ടാണ് ലീഗ് മുന്നോട്ട് പോകുക. വെൽഫെയർ പാർട്ടിയായിട്ട് നേരിട്ട് അല്ലെങ്കിൽ കൂടി ലീഗ് UDF പലതരം ഇതിനിടയിൽ കൂടി ഈ ജമാഅത്ത് എന്താ പറയാ അതായത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത്, അതിപ്പോൾ അതിനുള്ള ബന്ധവും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ടായതാണ്. ചിലയിടത്തൊക്കെ ബന്ധമായിട്ടില്ല, സഖ്യത്തിനൊന്നും വന്നിട്ടില്ല. അതിൽ ചില നീക്കുപോക്കുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്കുകളാണ്. അത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. അത് ഓരോ പാർട്ടി, ഓരോ സംഘടനയ്ക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് ഒരു പ്രസ്താവന നടത്തുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കലും മതേതരത്വത്തിനെതിരായൊരു നിലപാടിലേക്ക് പോവുകയില്ല. 4 വോട്ടുകൾക്ക് വേണ്ടി മതേതരത്വത്തിന് എതിരായ ഒരു നിലപാടിലേക്ക് ലീഗ് പോവുകയില്ല. സമയമില്ല.